ബോംബെക്കാരാ ചാവോന്ന് പറയാം. ചാവ് കത്തിതാടിറ കത്തിതാടിറ മോനെ കത്തിതാടിറ. നിന്റെ അച്ഛനാണോ പറഞ്ഞ കത്തിതാടിറ? കഴിഞ്ഞിട്ടില്ല രാമ. ഒന്നുകൊണ്ട് ബാക്കി തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാവൂ. മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് കൊളപ്പള്ളി കൊലവുകാര് കാട്ടണം. ഇക്കുറി തിരുവാഭരണങ്ങൾ ഏടത്തിക്കാവിൽ നിന്നും അക്കരയ്ക്ക് കൊടുത്തയക്കാൻ അവിടെ നിന്ന് അനുവാദം കൊടുക്കണം. മതി, കൂടുതൽ നീട്ടുണ്ട്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് നെറ്റി വിടർന്ന ചോര വീണ പുഴക്കിരളിൽ പൂഴുമണ്ണ് വാരി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. എങ്കിൽ പൊക്കോളൂ. ഇനി ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ, ആ കോലത്തിന്റെ മേൽക്കൂര നിലം പൊത്തട്ടെ, എന്നിട്ടാലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. പോവാം, ഇനിയൊന്നും പറയാനില്ല, കേൾക്കാനും. ജോൺ ഒരു മിനിറ്റ് പുറത്തുനിന്ന്. ജോൺ പരാതിപ്പെടാൻ എനിക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും. ഇമാരി പെണ്ണ് കേസ് എടുക്കുന്നതിൻ്റെ പരിപാടി നീ എന്ത് വിചാരിച്ചതിൻ്റെ എല്ലാ കാര്യം നോക്കുന്ന ആളാണെന്നോ? ഓ, നീ കുറവുണ്ടാക്കിയിട്ടില്ല, ഇനി കുറച്ചുകൊണ്ടാക്കിയ സസ്പെൻഷൻ അത്രയല്ലേ ഉള്ളു. അത് ഞാൻ എടുത്തോളാം. പിന്നെ പെണ്ണ് കേസ്, എടാ ആദ്യം സ്വന്തം ഭാര്യനെ കൊച്ചിനെ നോക്കാൻ നോക്ക്, എന്നിട്ട് മറ്റൊരു പഠിപ്പിക്കും. ശരി, എന്നോടൊന്നും മുണ്ടാണ്ടിരിക്കാൻ ഞാൻ എന്നാ തെറ്റാ ചെയ്തത്? എനിക്ക് മിണ്ടാനും പറയാനും ഒന്നുമില്ല ചന്ദ്രി. മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ? പറഞ്ഞാ മറക്കാൻ പറ്റുക? പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയുന്നത്? ചന്ദ്രി സുഖമായിട്ടിരിക്കുന്ന മനസ്സിലുണ്ട്, സുഖമായിട്ടിരിക്കണം. വിവാഹകരം മുടുക്കന ചേരണ പ്രായമാണ്. കഥയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. ഞാൻ പോയേ. ഞാൻ ഇറങ്ങി വരട്ടാ. ഞാൻ വരാം. എന്നെ കൂടെ പൊറപ്പിക്കുക. കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട ചന്ദ്രി. അച്ചൂട്ടിക്ക് മിന്നും പിന്നും നോക്കണം, നെരുകേട് കാണിക്കാൻ പറ്റിയാൽ. വളർന്നവനൊരു പെങ്കൊച്ചു കുടുംബത്തുണ്ടേ. എന്ത് എളുപ്പത്തിൽ പറയണ വേണ്ടെന്ന്. പറക്കാനും പൊറുക്കാനും ഇത്ര എളുപ്പ? മുത്തിനെ കടലിനെ എന്നെ വെറുക്കില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും പറയും ഒരാളെ എനിക്ക് വെറുതെ വിടാൻ വേണ്ട. ഇവിടെ ഉണ്ട് ചന്ദ്രി, നീ എന്നും ഇവിടെ ഉണ്ടാവും. എടാ, നിങ്ങൾ നാളെ ഒരുമിച്ചല്ലേ കാസർഗോഡ് കൊച്ചിയിലേക്ക് വണ്ടി കയറിയത് അല്ലേ? പിന്നെ എന്താടാ എന്താണ് ചോദിക്കുമ്പോൾ 4 പേരും 4 ഉത്തരം പറയുന്നത്? എന്താ കളിപ്പിക്കണ? എടാ, നിൻ്റെയൊക്കെ മുഖത്തൊക്കെ അറിയല്ല എന്തോ 6 ഉറപ്പിച്ചത് 4 കൂടെ വന്നേക്കണമെന്ന്. എടാ മോനെ, വെറുതെ തള്ളിമിടിച്ച് വിട്ടാൽ ഞാൻ ചോദിക്കുന്ന സമാധാനം പറയണേ കേട്ടാ. എന്തിനാണ് വന്നത്? ടീ കോഫി അല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് അടിച്ച് ബേബി. ഞാൻ തല്ലിപ്പൊളിയാൻ, പക്ഷെ നമ്മുടെ സോണിയ അവൾ മുത്തല്ല ഉപയോഗിച്ചേട്ടാ. മകന്മാരുടെ തിരിയുമ്പോൾ മനസ്സിൽ വിഘ്നം വീണിടഞ്ഞു പോന്ന് പറഞ്ഞു. എത്ര സത്യാണ് മനസ്സിൽ കുട്ടം വെച്ചിട്ടേ എത്ര ദിവസങ്ങൾ ഫോട്ടോ പറഞ്ഞാലും ഒരു കാര്യമില്ല ഉപയോഗിച്ചേട്ടാ. എന്റെ പൊണ്ണെന്നാ എന്റെ പൊണ്ണ് നിനക്ക് അറിയിപ്പിക്കണം. അത് ശരി, എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ, വെറുതെ പൊട്ടൻ കളിക്കുകയായിരുന്നു. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നില്ലടാ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചോദിച്ചാൽ പോരാ,
താഴ്മയായി ചോദിക്കണം. അടിയിൽ പോവാൻ അനുവാദം തരണം. എന്നെ പോവാൻ സമ്മതിക്കണം. തനിക്ക് പോകാൻ അനുവാദം ഇല്ല. സ്വപ്നം കാണാൻ ഉറങ്ങൂ, സ്വപ്നം നേടാൻ ഉണരൂ. ശുഭനിദ്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്. സൂപ്പർ. താങ്ക് യു.